ഈ കഴിഞ്ഞ പോർച്ചുഗൽ വേഴ്സസ് സ്ലോവേനിയ മത്സരത്തില് വളരെ ത്രില്ലടിപ്പിക്കുന്ന മത്സരം തന്നെയാണ് നമ്മൾ കഴിഞ്ഞു പോയത് നമുക്ക് നല്ല പറയാം. ത്രില്ലേന്. പിന്നെ കിടിലം കളി തന്നെയാണ് നടന്നിരുന്നത്. പ്രത്യേകിച്ച് റൊണാൾഡോന്റെ ഒക്കെ പെർഫോമൻസ് ആണ് എടുത്തു പറയണത്. റൊണാൾഡോയുടെ പെർഫോമൻസ് നമുക്ക് പറയാം. അതിന്റെ മുന്നേ കളിയിലെ സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് സെറ്റാക്കി പറഞ്ഞുതരാം. അതായത് പോർച്ചുഗലായിരുന്നു കൂടുതൽ ബോൾ പൊസിഷൻ ആയാലും അതുപോലെ തന്നെ ഷോട്ടും ടോട്ടൽ ഷോട്ടൊക്കെ പോർച്ചുഗലിന്റെ കയ്യിലായിരുന്നു. വലിയ സ്ക്വാഡല്ലേ. അതെ, അക്യുറേറ്റ് പാസും ഫൗൾ കമ്മിറ്റഡ് ഓഫ് സൈഡ് കോർണർ എല്ലാത്തിലും ഉണ്ട്. പോർച്ചുഗൽ അടിപൊളിയായി നിൽക്കുന്നുണ്ട്. റൊണാൾഡോ കിടിലം പെർഫോമൻസ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അണ്ണന് കുറെ ഫ്രീ കിക്കുകൾ കിട്ടുന്നുണ്ട്. അതൊക്കെ ഇഞ്ചിഞ്ച് വ്യത്യാസത്തിലാണ് പുറത്തേക്ക് പോകാൻ നമ്മൾ കണ്ടത്. വളരെ മനോഹരമായി തന്നെ അത് ശരിയാണ്. കളിച്ചു. ആള് ഇന്റർനാഷണൽ കരിയറിൽ മേജർ ടൂർണമെന്റ്സിൽ ഇപ്പൊ നമ്മളെ യൂറോ കപ്പും വേൾഡ് കപ്പിനും എടുക്കാം 58 പരം ഫ്രീ കിക്കുകൾ എടുത്തിട്ടുണ്ട്. എത്ര ഫ്രീ കിക്കുകൾ ഗോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ അന്ന് സ്പെയിനായിട്ടൊക്കെ ചക്ക അതെ, അടിച്ചിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലാണ്ടനെ. അത്രയും വലിയൊരു പ്ലെയർ ആണല്ലോ. അതായത് ഫ്രീ കിക്കിന്റെ ഇപ്പൊ നിലവിൽ നിൽക്കണേല് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സിൽ 2ാം സ്ഥാനം തന്നെ പറയാം. അതെ, ആൾക്ക് അത്രയും ഫ്രീ കിക്ക് ടേക്കർ ആണ്. ഇന്റർനാഷണൽക്ക് വരുമ്പോ ആൾക്ക് ഫ്രീ കിക്ക് അടിക്കാൻ അറിയില്ല എന്ന് തന്നെ പറയാം. ആകെ ഒരൊറ്റ എണ്ണം മാത്രമേ, അതും സ്പെയിന്റെ പോസ്റ്റിലേക്ക്. അറിയില്ല എന്നല്ല, 39 വയസ്സായി, അതിൻ്റെതായിട്ടുള്ള കുറച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ വഴിമാറി കൊടുക്കണം. അവിടെ യങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ. പോർച്ചുഗൽ ടീമിന് പ്ലേയേഴ്സിന് വല്ല ക്ഷാമം ഉണ്ടോ? അല്ല, അങ്ങനെ ഉണ്ടോ? ഇല്ല. എന്നാൽ പോലും അണ്ണൻ ഉണ്ടാകുമ്പോ മുന്നിൽ നിന്ന് നയിക്കാനാ അദ്ദേഹം നയിക്കലേനത്. നല്ല നയിപ്പേന് ഇന്നലെ കണ്ടും ചെയ്തത് ലാസ്റ്റ് കളിയില്. എന്തേനത് അത്രയും ക്രൂഷ്യൽ പെനാൾട്ടി മിസ് ചെയ്യാ. അവിടെ പറയുമ്പോ അവിടെ പെനാൾട്ടി സ്പെഷ്യലിസ്റ്റുകൾ അവിടെ ഉണ്ട് ഓരോ ക്ലബിലും. അവരൊക്കെ ടീമിലുണ്ട്. ഞാൻ വേറെ കാര്യം പറഞ്ഞതാ. 2 കൊല്ലം ആയിട്ട് അണ്ണന് ഇപ്പോഴാണ് ഒരു പെനാൽറ്റി മിസ് ചെയ്യണത്. അതുകൊണ്ടാണ് പെനാൽറ്റി എന്ന് വിളിക്കണേ. വെറും പെനാൽറ്റി ഉള്ളൂ. പെനാൽറ്റി അടിക്കണം. പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞല്ലോ. മത്സരത്തില് എന്തുകൊണ്ടാണ് വെച്ചു? അത്രയും സമ്മർദ്ദം ഉണ്ട് അദ്ദേഹത്തിന്. ഒരു 39-കാരനായ അദ്ദേഹത്തിന്റെ യങ് കാലഘട്ടങ്ങളിൽ അദ്ദേഹം അടിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണല്ലേ. പോരെ. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പെനാൽറ്റി മിസ് ചെയ്ത ആളുകളുടെ മുൻനിരയിലേക്ക് അളത്തി. അവിടെ വേറെ പ്ലേയേഴ്സ് ഉണ്ടല്ലോ. ഇപ്പൊ ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ സിൽവ. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ല, ഇപ്പൊ വേറെ ആർക്കും കൊടുക്കാനാണ്. അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ 2 കൊല്ലമായിട്ട് ഒരു പെനാൽറ്റി പോലും മിസ് ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ഒരു പെനാൽറ്റി മിസ് ചെയ്യുന്നത്. ഗ്രൂപ്പ് സ്റ്റേജില് എത്ര ഗോൾ അടിച്ചു ഈ യൂറോയില്. അതാ ഞാൻ പറഞ്ഞത്, ഈ യൂറോ ഒഴിച്ച് ബാക്കി എല്ലാ ഗ്രൂപ്പ് സ്റ്റേജിലും അദ്ദേഹം അടിച്ചിട്ടുണ്ട്. ഈ 39 വർഷത്തിനിടയിൽ ഇപ്പോഴാണ് അദ്ദേഹം ഒരു നിങ്ങൾ പറഞ്ഞു വരുന്നത് വേൾഡ് കപ്പിൽ സാന്റോസ് കാണിച്ചത് ശരിയാണെന്നാണ്. സാന്റോസ് കാണിച്ചത് ശരിയാണെന്നല്ല പറഞ്ഞത്. അല്ല, അതാണിപ്പോ അതിന്റെ കൺക്ലൂഷൻ. കാരണം എന്താണ്, ആളെ കൊണ്ടൊന്നിനും പറ്റുന്നില്ല. അങ്ങനെയാണ് ആള് ബെഞ്ചിലിരിക്കട്ടെ, സബായിട്ട് ഇറങ്ങട്ടെ. ഇതിന് മുന്നത്തെ കളിക്ക് വളരെ മനോഹരമായ ഒരു അസിസ്റ്റ് കൊടുത്തൊക്കെ കണ്ടില്ലേ ബ്രൂണോക്ക്. അത് നിങ്ങൾക്ക് പറയാനുണ്ടാവും. കാരണം എന്താ, അത് മാത്രമേ ഉള്ളൂ. അത് അത്രയൊരു സിമ്പിൾ. അത് എനിക്ക് തോന്നുന്ന ആൾക്ക്, ഞാൻ പറഞ്ഞല്ലോ, ആൾക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത ആൾ കൊടുത്തായിട്ടാണ്. കോൺഫിഡൻസ് എല്ലായിട്ട് കൊടുത്തല്ല ബ്രൂണോ നമ്മൾ അതിന് മുന്നേ കണ്ടില്ലല്ലോ. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഫ്രീ ചാൻസ് പാസ് കൊടുക്കാതെ അദ്ദേഹം ഒറ്റക്ക് ഫിനിഷ് ചെയ്യാൻ നോക്കി പാളിയതൊക്കെ നമ്മൾ കണ്ടു. അതിന് ഒരു ക്യാപ്റ്റൻസി എന്നുള്ള നിലക്ക് അദ്ദേഹം കാണിച്ച ഒരു കളിയാണത്. അവരൊറ്റ മൊമെന്റ് എനിക്ക് ഓർമ്മയുള്ളൂ. അവിടെ പോർച്ചുഗലിന്റെ കളി എടുത്താൽ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ടാക്കുന്ന പ്ലെയർ ആണ് ഈ ബ്രൂണോ ഫെർണാണ്ടസ്. അതെ, അദ്ദേഹം പ്ലേ മേക്കർ ആണല്ലോ. അദ്ദേഹം തന്നെയാണ് ചാൻസ് ഉണ്ടാക്കുന്നത്. അതെ, അത്രയും ചാൻസ് ഉണ്ടാക്കുന്ന ആളെ നിങ്ങൾ ഈ സെൽഫിഷ് എന്ന് പറയുന്നത്. സെൽഫിഷ് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞതാ, ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ആൾ ഇത്രയും ഒരു പെർ മാച്ചിൽ ഒരു 5 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൾക്കൊരു ഷോട്ട് എടുക്കാൻ പറ്റില്ല, അങ്ങനെ ഉണ്ടോ? അതല്ല ഞാൻ പറഞ്ഞത്. ഈ ബോക്സിൽ കയറി ഫൈനൽ തേർഡ് ബോക്സിൽ എത്തിക്കഴിഞ്ഞാല് ബോക്സിൽ അദ്ദേഹത്തിന് അടിച്ച് സുഖമായിട്ട് കയറ്റാൻ പറ്റുന്ന അദ്ദേഹം അടിക്കണം. പക്ഷെ അതിലേറെ ബെറ്റർ ഓപ്ഷൻ അപ്പുറത്തുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം കൊടുക്കണം. അതേ ഒരു പ്ലേ മേക്കർ കൂടിയാണ് ഈ പറഞ്ഞ മാതിരി. ആള് അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു വട്ടം അങ്ങനെ മിസ്സായി പോയി. നിങ്ങൾ അത് തന്നെ അതുമ്പോ തന്നെ കൂടി പറഞ്ഞല്ല. അതിന് ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലക്ക് റൊണാൾഡോ ചെയ്തത് നമ്മൾ വളരെ ഇത് അനുമോദിക്കാൻ ചെയ്യണം. അല്ല, അതൊക്കെ ഉള്ളൂ എന്ന് പറയാം. വേറെ ഒന്നും ഇല്ല ഈ യൂറോയില്. ഇനി വരാൻ കിടക്കണ മത്സരം തന്നെ എടുക്കാം. ആരാണ് എതിരാളികൾ? ഫ്രാൻസ് ആണ്. അതെ, എങ്ങനെ പിടിച്ചു നിൽക്കും ഫ്രാൻസിന്റെ ഒപ്പം പോർച്ചുഗൽ? അതിൻ്റെതായിട്ടുള്ള തന്ത്രങ്ങൾ മെനയും. ഇങ്ങനെ ഒരു രീതിയിൽ കളിക്കുന്ന റൊണാൾഡോയും വെച്ചിട്ട് എങ്ങനെ നേരിടും അവരെ? റൊണാൾഡോ ക്രൂഷ്യൽ ഘട്ടങ്ങളിൽ അദ്ദേഹം
ഉയർത്തെഴുന്നേൽക്കണം നമ്മൾ കാണാറുണ്ട്. അതിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ. ഇന്നലെ അത്രക്ക് പ്രഷറിലായിരുന്നു പ്രഷർ ഇല്ലാതെ കളിക്കാൻ അതിൻ്റെതായിട്ടുള്ള ഫ്രണ്ട്ലി ഒന്നുമല്ല. ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ റൊണാൾഡോ ആണ് തരംഗം. അതെ, മൊത്തം ആളാണ്. ക്രിസ്ത്യാനോ പെനാൾഡോ എന്നൊക്കെയാണ് BBC അതിന് പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്. ഇവർക്കൊക്കെ ഈ റൊണാൾഡോന്റെ കഴിഞ്ഞ കാലങ്ങളൊന്നും അറിയാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെ പറയണെന്നു. എന്താ എനിക്ക് കാര്യം മനസ്സിലാവണില്ല. അദ്ദേഹത്തിന് ഒരു അനാദരവ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് അവര് ഇപ്പോൾ ട്രീറ്റ് ചെയ്യണത്. അതിൽ ഒരു ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആളുടെ ഒരു തന്നെയാണ്, പെർഫോമൻസ് തന്നെയാണ്. അദ്ദേഹം ഇപ്പോ ഈ ഒരു ഏജിൽ ഇങ്ങനെ കളിക്കണ്ടെന്നുണ്ടെങ്കിൽ, കാരണം അദ്ദേഹത്തെ പറയണം, നന്നായിട്ട് തന്നെ അദ്ദേഹം കളിച്ച് പോകുന്നുണ്ട്. എങ്ങനെ ഇപ്പൊ സ്വന്തം ടീമിൽ കളിക്കുന്നത് പെപ്പേനെ നമുക്ക് എടുക്കാം. പെപ്പയുടെ പെർഫോമൻസ് ഒന്ന് നോക്കൂ. ആളേക്കാൾ പ്രായം കൂടുതലാണ് ആൾക്ക്, പക്ഷെ ആളുടെ പെർഫോമൻസ് നോക്കൂ. ആളുടെ ഡിപ്പാർട്ട്മെന്റിൽ ആള് നല്ലൊരു സോളിഡ് പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. ഇല്ല. അപ്പം അതുപോലൊരു പെർഫോമൻസ് എന്തുകൊണ്ട് റൊണാൾഡോയുടെ കയ്യിൽ നിന്ന് വരുന്നില്ല? അതൊരു ചോദിക്കപ്പെടേണ്ട ചോദ്യം തന്നെയാണ്. അതുപോലെ അവരുടെ താരങ്ങള്, നല്ല ക്വാളിറ്റിയിലെ താരങ്ങൾ അവർക്കുണ്ട്. അവർ ഇത്രയും ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരൊറ്റ റീസണേ ഉള്ളൂ, അത് അവർ റൊണാൾഡോനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കളിച്ചുകൊണ്ട് മാത്രമാണ്. അല്ലാതെ അവിടെ ഒരു ടീം വർക്കിൽ മൊത്തത്തിൽ ഒരു അറ്റാക്കിന് പോവുകയാണെങ്കിൽ, അതിപ്പോ അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടെങ്കിൽ കളി മുന്നോട്ട് പോകും. നല്ല സ്കോറിന് ജയിക്കാതെ ഇതവിടെ ഉണ്ട്, പോർച്ചുഗലിനുണ്ട്. കാരണം അത്രയും നല്ല ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് അവർക്കുണ്ട്. ഇത് റൊണാൾഡോ അടിച്ചാലേ ഗോളാവുള്ളൂ എന്നില്ല, അങ്ങനെ വല്ല പരിഭാഷ ഉണ്ടോ? അദ്ദേഹം അത്ര എക്സ്പീരിയൻസ് ഇല്ല. അദ്ദേഹം അവിടെ നിൽക്കുമ്പോ വേറെ ആർക്ക് കൊടുക്കാൻ അവരൊക്കെ. നിങ്ങൾ ഈ എക്സ്പീരിയൻസ് കൂടെ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഫുട്ബോൾ ജയിക്കണം എന്നുണ്ടെങ്കിൽ ടീം വർക്കാണ്. അവിടെ ഒരാളെ മുൻനിർത്തില്ല. ഒരാൾ ഫോം ഔട്ട് ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് തന്നെ ഇങ്ങനെ പാസ് കൊടുത്തിട്ട് വലിയ കാര്യമുണ്ടോ? ഇല്ല. അവിടെ ടീമിൽ മറ്റു പ്ലേയേഴ്സ് ഉണ്ട്, അവർ അറ്റാക്ക് ചെയ്യണം. അതുപോലെ ഇപ്പൊ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് പോർച്ചുഗലിലെ കീപ്പർ, അതെ, ഡിയാഗോ കോസ്റ്റ. ആളില്ലേ കാണായിരുന്നു. അവിടെ തീർന്നിരുന്നു റൊണാൾഡോയുടെ സ്വപ്നങ്ങളൊക്കെ. അദ്ദേഹം ഇപ്പൊ ചെയ്തെന്താ വെച്ചാൽ പോർച്ചുഗലിനും അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോക്കും വേണ്ടിയാണ് അദ്ദേഹം പോർച്ചുഗലിനെ പിടിച്ചുയർത്തി എന്ന് തന്നെ പറയാം. ഒരു രക്ഷകനായി, കാവൽ മാലാഖയായി അദ്ദേഹം ആണ് ഈ കളിയിൽ വന്നത്. എത്ര കാലം ഈ കാവൽ മാലാഖ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാവും. എന്ത് തന്നെ ആയാലും ഇത് റൊണാൾഡോയുടെ അവസാനത്തെ യൂറോ ആണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ഈ കഴിഞ്ഞ കളിക്ക് തന്നെ അദ്ദേഹം പെനാൽറ്റി മിസ് ചെയ്തതിനു ശേഷം അദ്ദേഹം അത്രയും ഇമോഷണലായി നിൽക്കുന്ന ടൈമിൽ അവിടെ പോർച്ചുഗൽ ടീം മൊത്തം അദ്ദേഹത്തെ വന്നാണ്ട് ആശ്വസിപ്പിക്കണം നമ്മൾ കണ്ടു. ഇപ്പോഴാണ് ഓരോരോ ഒത്തൊരുമ അതിൽ കണ്ടത്. ഈ സംഭവം ഇനി അണ്ണന്റെ ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ അണ്ണൻ പറഞ്ഞു കഴിഞ്ഞു അടുത്ത മത്സരം അതൊരു യുദ്ധത്തിന്റെ പോരാട്ടത്തിന് ഇറങ്ങണ മാതിരിയാണ് ഞാൻ ഇറങ്ങാന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ടീമിന്റെ അടുത്ത് നിന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഏത് ഫ്രാൻസ് ഒരു പുത്തിരിയല്ല പോർച്ചുഗലിന്റെ മുന്നിൽ. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് യൂറോ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഫുൾ എഫേർട്ട് കളിയിൽ ഇടുന്നില്ലെങ്കിൽ ഉറപ്പാണ്. അപ്പൊ ഇനി ഒന്നും നോക്കാല്ല ഫ്രാൻസോ. അതെ, ഇപ്പോ ടീമിന്റെ സ്പിരിറ്റ് ഇപ്പൊ കണ്ടു കഴിഞ്ഞു നമ്മള്. അണ്ണനെ ഇമോഷണലായി നിന്നപ്പോ അത്രയും സപ്പോർട്ടൊക്കെ കൊടുത്ത് ഒരു ഇതിൽ നിൽക്കുന്ന ടൈമാണ് ഇപ്പൊ. ഇനി ഏത് ഫ്രാൻസ് ആയാലും ആരെന്നെ വന്നാലും ഒരു പ്രശ്നമുള്ള കേസല്ല. നമുക്ക് ഈ കപ്പ് അണ്ണൻ പൊക്കിയിട്ടേ ഇവിടുന്ന് മടങ്ങുള്ളൂ.